ഇടപ്പള്ളി സ്വദേശി അലമീൻ നൽകിയ പരാതിയിലാണ് കോടനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജേർസണും ഭാര്യ റിയയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തത്. വിശ്വാസവഞ്ചന, തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ എഫ്ഐആർ. പരാതിക്കാരനും അമ്മയ്ക്കും എറണാകുളം നോർത്തിൽ വസ്ത്രനിർമ്മാണ യൂണിറ്റുണ്ട്. അവിടെ തുണി തയ്ക്കുന്നതിനെത്തിയതായിരുന്നു ജേർസന്റെ ഭാര്യ റിയ. ഈ പരിചയം വെച്ച് എറണാകുളം മാർക്കറ്റിൽ വസ്ത്രവിൽപ്പനശാല തുടങ്ങാമെന്നും പാർട്ട്ണറാക്കാമെന്നും പ്രതികൾ ഇടപ്പള്ളി സ്വദേശിയോട് പറഞ്ഞു. പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 75 ലക്ഷത്തോളം രൂപയുടെ തുണിത്തരങ്ങൾ വാങ്ങിപ്പിക്കുകയായിരുന്നെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. പിന്നീട് തുക നൽകാതെ വഞ്ചിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി. എറണാകുളം RTO ആയിരുന്ന ജേർസൺ കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടിയിലായ ഘട്ടത്തിൽ തന്നെ പരാതിയുമായി അലമീൻ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും എഫ്ഐആർ ഇട്ടിരുന്നില്ല. തുടർന്ന് അഭിഭാഷകരായ ലിബിൻ സ്റ്റാൻലി, മുഹമ്മദ് സബാഹ് എന്നിവർ മുഖേന എറണാകുളം സെഷൻസ് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കഴമ്പുണ്ടെന്ന് കണ്ട കോടതി പോലീസിനോട് കേസെടുത്ത് അന്വേഷിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. കൈക്കൂലിക്കേസിൽ അറസ്റ്റിലായ ജേർസനെ നേരത്തെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്തു നൽകാനും പൊതുജനങ്ങളിൽ നിന്ന് ഇയാൾ വാങ്ങിയിരുന്നത് പണവും വിദേശമദ്യവും ഒക്കെയായിരുന്നു. 76 കുപ്പിയോളം മദ്യമാണ് അന്ന് വിജിലൻസ് പിടിച്ചെടുത്തത്. വരവിൽ കവിഞ്ഞ സ്വത്ത് ഇയാൾ സമ്പാദിച്ചെന്ന് വിലയിരുത്തിയ വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും നടത്തിവരികയാണ്. വിജിലൻസ് പരിശോധന ഒഴിവാക്കാമെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരെ കബളിപ്പിച്ചും ജേർസൺ പണം വാങ്ങിയിരുന്നെന്ന് ബോധ്യമായിരുന്നു. യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.